ഹായ്, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഒരു സ്റ്റീൽ ബീമിൻ്റെ ഡിസൈൻ എന്തൊക്കെയാണ്, അതിൻ്റെ ഡിസൈൻ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, ഒരു ലാറ്ററലി സപ്പോർട്ടഡ് ബീമുണ്ട്, ലാറ്ററലി അൺസപ്പോർട്ടഡ് ബീമുണ്ട് അല്ലേ. അപ്പോൾ ലാറ്ററലി സപ്പോർട്ടഡ് ബീമിൻ്റെ ഡിസൈൻ സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും നമ്മൾ നോക്കിയായിരുന്നു അല്ലേ. ഇതിനകത്ത് നമുക്കൊരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ പ്രോബ്ലം ഇങ്ങനെയാണ്, എന്താ പറഞ്ഞേക്കുന്നത്, ഒരു ലാറ്ററലി സപ്പോർട്ടഡ് ബീം തന്നിട്ടുണ്ട്, ലെങ്ത് 5 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, Fe14 പ്ലേറ്റ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ ലൈവ് ലോഡും ഡെഡ് ലോഡും വാല്യൂസ് തന്നിട്ടുണ്ട് അല്ലേ. രണ്ടും യൂഡിയിലാണ് തന്നിരിക്കുന്നത്. ഡെഡ് ലോഡും ലൈവ് ലോഡും 20 kN/m എന്നൊരു വാല്യൂവും തന്നിട്ടുണ്ട്. ഒരു സ്യൂട്ടബിൾ സെക്ഷൻ സെലക്ട് ചെയ്ത് ഒരു ലാറ്ററലി സപ്പോർട്ടഡ് ബീമായിട്ട് ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്ത് നോക്കാം. നമ്മൾ സ്റ്റെപ്സ് ഓൾറെഡി അറിയാം, അതേ സ്റ്റെപ്സ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അത് ഏറ്റവും അവസാനം നമ്മൾ 3 ചെക്കും ചെയ്യാനുണ്ട് അല്ലേ. നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ലോഡ് കാൽക്കുലേഷനും ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പല രീതിയിൽ ചോദിക്കാം. തന്നേക്കുന്നത് യൂഡിയലായിട്ടാണ്, അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് സെൽഫ് വെയിറ്റ് ഇൻക്ലൂഡഡ് ആണ് എന്നുകൂടി ആ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് സെൽഫ് വെയിറ്റിൻ്റെ സെപ്പറേറ്റ് കാൽക്കുലേഷനും വേണ്ട, അത് ആദ്യം മനസ്സിലാക്കുക. ഇനി തന്നേക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക, ഇത് യൂഡിയലാണോ അതോ പോയിന്റ് ലോഡാണോ നോക്കുക. ഇത് യൂഡിയൽ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുന്ന ബെൻഡിങ് മൊമെൻ്റ് ഇക്വേഷൻ നമ്മൾ യൂഡിയലിൻ്റെ ഇക്വേഷനാണ്. സിംപ്ലി സപ്പോർട്ട് ബീം ഇൻ യൂഡിയൽ എന്ന് പറഞ്ഞാൽ W/8 എന്ന ഇക്വേഷൻ യൂസ് ചെയ്യും. ഇൻ കേസ് പോയിന്റ് ലോഡ് ആണെങ്കിൽ നമുക്ക് അതിന് ഇക്വേഷൻ മാറ്റണം, WL/4 എന്ന ഇക്വേഷൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. പോയിന്റ് ലോഡ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ലോഡ് ആണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഈ ഒരു ഫസ്റ്റ് പാർട്ട് നിങ്ങൾ മോസിൽ പഠിച്ച സെയിം ഇക്വേഷൻസ് ഒന്നും കൂടി റിവൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി ഇപ്പോൾ ഡെഡ് ലോഡ് തന്നേക്കുന്നത് നമുക്ക് 20 ആണ്, ലൈവ് ലോഡ് തന്നേക്കുന്നത് 20 ആണ്. അപ്പോൾ ടോട്ടൽ ലോഡ് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 40 എന്ന് കിട്ടി. ഇത് ഫാക്ടർ ലോഡ് തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഫാക്ടറൈസ് ചെയ്യുക, ഇൻറ്റു 1.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര കിട്ടി? 60 kN/m എന്നൊരു വാല്യൂ നമുക്ക് കിട്ടി അല്ലേ. ഇനി എന്ത് ചെയ്യേണ്ടത്, നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് അതിൻ്റെ ബാക്കിയായിട്ട് ബെൻഡിങ് മൊമെൻറ്റ് ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുക. ഇതൊരു സിംപ്ലി സപ്പോർട്ട് ബീമാണ്, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ബീം ആകുമ്പോൾ നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂ W/8ഉം ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ WL/2 ആണ് അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, രണ്ടിൻ്റെ വാല്യൂ നമുക്ക് 187.5 kN/m 150 kN എന്നൊരു വാല്യൂ നമുക്കിവിടെ കിട്ടി അല്ലേ. ഈ രണ്ട് വാല്യൂസ് നമുക്ക് കിട്ടിയതാണ്. ഇനി എന്താ, സ്റ്റെപ്പ് 2ലേക്ക് പോകാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്, ഒരു സെക്ഷൻ സെലക്ട് ചെയ്യാനുള്ള മാക്സിമം ZP അല്ലെങ്കിൽ സെക്ഷൻ മോഡുലസ്, പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് എത്രയാണ് എന്നുള്ള വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. ഇപ്പോൾ ട്രയൽ സെക്ഷൻ മോഡുലസ് എത്രയാണ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഇക്വേഷൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ഈ ഇക്വേഷൻ ZP റിക്വയർഡ് = M × ഗാമ m0/Fi എന്ന ഇക്വേഷനാണ്. എമ്മിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, എത്രയാണ്? 187.5 ഇൻറ്റു 10⁶ എന്താണ്, യൂണിറ്റ് കൺവേർഷൻ ഉള്ളതാണ്. kN/m ന്യൂട്ടൺ mm കൺവേർട്ട് ചെയ്യാനാണ് ഇൻറ്റു 10⁶ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഗാമ m0 ടേബിൾ 5 1.1 എന്ന വാല്യൂ അറിയാം, F/250 ആണെന്ന് പറയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? അതിനെ നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. കാരണം നമുക്ക് സ്റ്റീൽ ടേബിളിൽ തന്നേക്കുന്നതും അനക്സ് എക്സിൽ തന്നേക്കുന്നതൊക്കെ സെൻറ്റിമീറ്ററിലാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കമ്പയർ ചെയ്യാൻ എളുപ്പത്തിനാണ് ഞാൻ ഇവിടെ മാത്രം അതിനെ സെൻറ്റിമീറ്ററിൽ എഴുതി വെച്ചതേ ഉള്ളൂ. കിട്ടുന്നത് mm3ലേക്കാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിസിൽ നമ്മൾ ZP മിനിമം എത്ര വേണം? 825 cm³ എങ്കിലും ഉള്ള ഒരു സെക്ഷൻ വേണം സെലക്ട് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം അതിനെക്കാട്ടും കൂടിയ ഒരു സെക്ഷൻ മോഡുലസ് ഉള്ള, പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ഉള്ള ഒരു സെക്ഷൻ നമുക്ക് സെലക്ട് ചെയ്യണം. എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഡിസൈൻ കറക്റ്റ് ആവുള്ളൂ. ഇനി തേർഡ് സ്റ്റെപ്പ് എന്താണ്, ഒരു സെക്ഷൻ സെലക്ട് ചെയ്യുക, ഒരു ട്രയൽ സെക്ഷൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയാം അല്ലേ. അതിനെന്ത് ചെയ്യണം, പേജ് നമ്പർ 138 അനക്സ് എക്സിൽ നമുക്ക് സെയിം കോഡ് ബുക്ക് IS 800 തന്നെയുള്ള കോഡ് ബുക്കിലുള്ള പേജ് നമ്പർ 138ലേക്ക് പോവാം. അപ്പോൾ അതിനകത്ത് നമുക്ക് സെക്ഷൻ സെലക്ട് ചെയ്യാം. സെക്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ZP should be greater than 825. 825 കുറച്ചും കൂടി എങ്കിലും കൂടുതലുള്ള സെക്ഷൻ, 10% എങ്കിലും കൂടുതലുണ്ടെങ്കിൽ അത്രയും നല്ലത്. സെക്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് IS LB 350 യൂസ് ചെയ്യാം. ഏത് സെക്ഷൻ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നമുക്ക് ഇന്ന സെക്ഷൻ മാത്രമേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ എന്നില്ല. നമുക്ക് ISWB എടുക്കാൻ പാടില്ല. ISWB എന്ന വൈഡ് ഫ്ലാഞ്ച് ബീമാണ്. അത് സാധാരണ എടുത്തു കഴിഞ്ഞാൽ ഈ വൈഡ് ഫ്ലാഞ്ചിന് ഈ ഫ്ലാഞ്ചിന് ഭയങ്കര വീതി കൂടുതലായിരിക്കും. അങ്ങനത്തെ ബീം സാധാരണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഓവർഹാങ്ങിൻ്റെ ഒരു ചെക്കും കൂടി നമ്മൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ആ ഒരു സാധനം മാത്രം അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ബാക്കി ഏത് സെക്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ZPയുടെ വാല്യൂ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ നമുക്ക് കിട്ടിയ ZP എത്രയാണ്? 851 cm³ ആണ്. നമുക്ക് എത്ര മിനിമം വേണം? 825 മിനിമം മതി അല്ലേ. അതിനെക്കാട്ടും ഒരു 25 കൂടുതലാണ്. therefore it is fine. ഇനി അതേ സ്റ്റെപ്പ് 4 എന്താണ്, ഈ സെക്ഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി വയ്ക്കുക. എന്തൊക്കെ വേണം? തിക്നെസ് ഓഫ് ഫ്ലാഞ്ച്, ഫിഗർ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫ്ലാഞ്ചിൻ്റെ തിക്നെസ് എത്രയാണ് എന്നുള്ള വാല്യൂ വേണം. ബ്രെഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് എത്രയാണ് വേണം. ബ്രെഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച്, ഇതാണ് ബ്രെഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച്, അത് മനസ്സിലായി. ഇനി എന്താണ്, നമുക്കതിനകത്ത് റേഡിയസ് ഓഫ് കർവേച്ചർ നമുക്ക് രണ്ടും തന്നിട്ടുണ്ട്. ഓക്കെ, റേഡിയസ് ഓഫ് ഗൈറേഷൻ, അതിനുശേഷം അത് കൂടാതെ നമുക്ക് എന്താ വേണ്ടത്, തിക്നെസ് ഓഫ് വെബിൻ്റെ തിക്നെസ് അത് വേണം. അതേപോലെ ഇസഡിയും ഇസഡ്പിയും, ഇസഡ്പി നമ്മൾ എഴുതി, ഇസഡിയുടെ വാല്യൂ നമ്മൾ നോട്ട് ചെയ്യുക. അതേപോലെ IZ, IYY അല്ലെങ്കിൽ റൂട്ട് റേഡിയസ്, ഈ 3 വാല്യൂസ് നമുക്ക് ആവശ്യമാണ്. ഈ വാല്യൂസ് നമുക്ക്
ആനക്സ് എച്ചിൽ കിട്ടാത്തത് കൊണ്ട് ഈ 3 വാല്യൂസ് കിട്ടാനായിട്ട് നമുക്ക് SP6 പോവാം. SP6 ഈ സെയിം സെക്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ സെയിം സെക്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ അത് പേജ് നമ്പർ 2 ആണെന്നാണ് തോന്നുന്നത്. നിങ്ങളുടെ കോഡ് ബുക്ക് വ്യത്യാസമാണ്, സ്റ്റീൽ ടേബിൾ വ്യത്യാസമാണ്, SP6 അല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ടൈപ്പ് പബ്ലിക്കേഷൻ ആണെങ്കിൽ അതിന് പേജ് നമ്പർ വ്യത്യാസമായിരിക്കും. അതിനകത്ത് ഈ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ റൂട്ട് റേഡിയസിൻ്റെ വാല്യൂ നമുക്ക് സെക്കൻഡ് പേജിലായിരിക്കും കിട്ടുക. അതേപോലെ ISSൻ്റെ വാല്യൂയും IYയുടെ വാല്യൂ നമുക്ക് ആവശ്യമാണ്, അതും കൂടി നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നമുക്ക് എന്താ വേണ്ടേ, നമുക്ക് ഇനി സെക്ഷൻ ക്ലാസിഫിക്കേഷൻ എന്ന സാധനം ചെയ്യുന്നതിനകത്ത് ഈ വെബ് എന്ന് വെച്ചാൽ എന്താണ്, ഈ ഒരു പോർഷനാണ് വെബ് എന്ന് പറയുക അല്ലേ. അപ്പോൾ ഈ വെബിൻ്റെ ഡെപ്ത് എത്രയാണ് എന്നുള്ളത് നമുക്ക് അറിയണം. ഈ വെബിൻ്റെ ഡെപ്ത് എന്ന് വെച്ചാൽ ഈ സാധനമാണ് അല്ലേ, DW എന്ന് പറയുന്നതാണ്. ഈ DW എന്നുണ്ടെങ്കിൽ ടോട്ടൽ ഹൈറ്റ് നമുക്ക് H എന്ന വാല്യൂ നമുക്കറിയാം. H = എത്രയാണ്, 350 എന്നൊരു വാല്യൂ നമുക്കറിയാം. ആ ടോട്ടൽ ഹൈറ്റിൽ നിന്ന് ഇതിൻ്റെ തിക്നെസ്സും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇത് കിട്ടി. പക്ഷേ അത് കൂടാതെ നമുക്ക് ഫിഗർ തന്നിട്ടുണ്ട്, ഇങ്ങനെ ചെറിയൊരു സെക്ഷനുണ്ട് റൂട്ട് റേഡിയസ് എന്ന് പറയും. ഓക്കെ, ആ ജോയിൻ ചെയ്യുന്ന പൊസിഷനിൽ ഇത്ര കേർവ്ഡ് ആയതുകൊണ്ട് റൂട്ട് റേഡിയസ് എന്ന് പറയുന്ന വാല്യൂ മുകളിലും താഴെയുള്ളതുകൊണ്ട് അതും കൂടി മൈനസ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് സ്റ്റീൽ ടേബിൾ നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഫിഗർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് റൂട്ട് റേഡിയസിൻ്റെ വാല്യൂം സ്റ്റീൽ ടേബിളിൽ അല്ലെങ്കിൽ SP6 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനാണ് ടോട്ടൽ ഹൈറ്റിൽ നിന്ന് 2 ടൈംസ് ഓഫ് മുകളിലും താഴെയും തിക്നെസ് ഉള്ളതുകൊണ്ടാണ് ഈ 2 തിക്നെസ് ഫ്ലാഞ്ചിൻ്റെ മുകളിലും താഴെയും മൈനസ് ചെയ്തു. മൊത്തം ഹൈറ്റിൽ നിന്ന് ഇത് കളഞ്ഞു താഴെയും മുകളിലുള്ള റൂട്ട് റേഡിയസും കളഞ്ഞു. അതാണ് 2 × മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര 295.2 mm എന്നൊരു വാല്യൂ നമുക്ക് DW അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് വെബ് ആയിട്ട് കിട്ടി. വെബിൻ്റെ ഡെപ്താണ് DW. അപ്പോൾ ഈ പോർഷനാണ് വെബ് നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ. മുകളിലത്തെ പോർഷനാണ് ഫ്ലാഞ്ച് എന്ന് പഠിച്ചു. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ഫ്ലാഞ്ചും വെബും എന്താണെന്നുള്ളത്. ശരി, ഇത്ര നമുക്ക് മനസ്സിലായി. അപ്പോൾ വെബ് പോർഷൻ്റെ ഡെപ്ത് എത്രയാണെന്ന് കിട്ടി. ഇനി സ്റ്റെപ്പ് 5 എന്താണ്, സെക്ഷൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അതിന് ടേബിൾ 2 പേജ് നമ്പർ 18 പോവുക. ഇതാണ് പേജ് നമ്പർ 18 ടേബിൾ 2 പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു സെക്ഷനകത്ത് പ്ലാസ്റ്റിക്, സെമി കോമ്പാക്ട് അല്ലെങ്കിൽ കോമ്പാക്ട് അല്ലെങ്കിൽ സിലിണ്ടർ ഇത്രയും സെക്ഷനായിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അതിലേതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. B/TFും D/TW വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, ഐ സെക്ഷൻ റോൾഡ് സ്റ്റീൽ ഐ സെക്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു വാല്യൂസ് കണ്ടുപിടിക്കണം. പക്ഷേ ഇതിനകത്ത് B എന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് താഴെ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓവർ ഹാങ് ലെങ്ത് ആണ് B എന്ന് പറയുന്നത്. ഓക്കെ, ഓവർ ഹാങ് ലെങ്ത് എന്ന് വെച്ചാൽ B എന്ന് വെച്ചാൽ മൊത്തം ഫ്ലാഞ്ച് ഈ നടുക്കുന്ന സെൻട്രൽ പോർഷനിൽ എത്രമാത്രം എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഓവർ ഹാങ് എന്ന് പറയുന്നത്. ഇങ്ങനെ കാൻഡിലിവർ ചെയ്ത് നിൽക്കുകയല്ലേ. ആ ഓവർ ഹാങ് എന്ന് വെച്ചാൽ മൊത്തം ഇവിടുത്തെ ഫ്ലാഞ്ചിൻ്റെ പകുതി അല്ലേ. ഇവിടെ നിന്ന് പകുതിയാണ് ഇങ്ങോട്ട് ഓവർ ഹാങ് ചെയ്യുന്നത്, പകുതി ഇങ്ങോട്ടും ഓവർ ഹാങ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ഹാഫ് എടുത്താൽ മതി. അപ്പം ഇവിടുത്തെ ഫ്ലാഞ്ച് /2 കിട്ടുക. ഇവിടുത്തെ ഫ്ലാഞ്ചിൻ്റെ വാല്യൂ നമുക്കിവിടെ 165 എന്നൊരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 165/2 82.5 mm എന്നൊരു വാല്യൂ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബീൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൂടി. തിക്നെസ് ഫ്ലാഞ്ച് നമുക്കിവിടെ തന്നിട്ടുണ്ട് എത്രയാണ്, 11.4. അപ്പം 82.5 B, 11.4 TF സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 7.23 എന്നൊരു വാല്യൂ കിട്ടി അല്ലേ. അപ്പോൾ 7.23 നമ്മൾ അതിനകത്ത് നോക്കുമ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് <9.4 എപ്സിലോൺ ആണ്. പക്ഷേ എപ്സിലോണിൻ്റെ വാല്യൂ എന്താണ്, എപ്സിലോണിൻ്റെ വാല്യൂ എപ്പോഴും 1 ആണ്. കാരണം എന്താണ്, നമ്മൾ FE250 സ്റ്റീലല്ലേ യൂസ് ചെയ്യുന്നത്. FE410 ആകുമ്പോൾ FI വാല്യൂ 250 ആണ്. അപ്പോൾ എപ്സിലോണിൻ്റെ വാല്യൂ ഈ ടേബിളിൽ തൊട്ട് താഴെ കൊടുത്തിട്ട് ഏറ്റവും താഴെ കൊടുത്തിട്ടുണ്ട്. എപ്സിലോൺ √250/FY എന്നൊരു വാല്യൂ ഉണ്ട്. FIയുടെ വാല്യൂ 250 അല്ലേ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 1 കിട്ടും. അപ്പോൾ ഇത് 9.4 എന്ന് മാത്രം എടുത്തത്. എപ്സിലോണിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ ഇതെന്തായി, 9.4 എന്നൊരു വാല്യൂ മാത്രം ആയി അല്ലേ. അപ്പോൾ എന്ത് ഇത് 9.4 പെട്ടെന്ന് ചെറുതല്ലേ. 7.23 ഈസ് ലെസ് ദാൻ 9.4 എന്നായി അല്ലേ. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോഴേ നമുക്ക് എന്ത് മനസ്സിലായി, ഇതൊരു പ്ലാസ്റ്റിക് സെക്ഷൻ ആണെന്ന് മനസ്സിലായി. കൺഫേം ചെയ്യാനായിട്ട് അടുത്ത ക്ലാസിഫിക്കേഷൻ കൂടി നോക്കുക, D/TW. ഈ D എന്ന് വെച്ചാൽ ഡെപ്ത് ഓഫ് വെബാണ്. ആ വെബിൻ്റെ ഡെപ്ത് നമ്മളിവിടെ കണ്ടുപിടിച്ചു, എന്താണ് 295.2. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. /TW തിക്നെസ് ഓഫ് വെബ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. എത്രയാണ്, 7.4 mm ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 39.89 എന്നൊരു വാല്യൂ കിട്ടി. അതായത് 84. എപ്സിലോൺ 1 ആണ്, അതുകൊണ്ട് 84-നെക്കാട്ടും ചെറുതായതുകൊണ്ട് എന്തായി, ഇതൊരു പ്ലാസ്റ്റിക് സെക്ഷനായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. സെക്ഷൻ എന്താണ്, സെക്ഷൻ ഒരു പ്ലാസ്റ്റിക് സെക്ഷനാണ് എന്ന് നമുക്ക് കൺഫേം ആയി അല്ലേ. ഇനി ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനം, ഷിയർ ബക്ലിംഗ് ചെക്ക് ചെയ്യാനായിട്ട് D/TWയുടെ വാല്യൂ 67 എപ്സിലോണിനെക്കാട്ടും ചെറുതാണോ എന്ന് കൂടി ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം 67 എപ്സിലോൺ എന്ന് പറഞ്ഞാൽ 67 തന്നെയാണ്. എപ്സിലോണിൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് അല്ലേ, നമ്മളിവിടെ പറഞ്ഞു. അപ്പം അതുകൊണ്ട് 39.89 67-നെക്കാട്ടും ചെറുതല്ലേ. അതുകൊണ്ട് ഷിയർ ബക്ലിംഗ് ചെക്കും കൂടി നമുക്കിവിടെ സാറ്റിസ്ഫൈ ആണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതും കൂടി ഒന്ന് ഇതിനകത്ത് എഴുതി വയ്ക്കുന്നത് നല്ലതായിരിക്കും. അഥവാ മറന്നുപോയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഒരു സ്റ്റെപ്പ് അവിടെ പറഞ്ഞേക്കുന്നുണ്ട്, ടേബിൾ 2 പറഞ്ഞേക്കുന്നത്, അതും കൂടി ഒന്ന് ചെയ്തേക്കുക. ഇനി
ചെക്ക് ഫോർ ഷിയർ ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ആറാമത്തെ സ്റ്റെപ്പായി. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ലോഡും ബെൻഡിങ് മൊമെൻറ്റും കണ്ടുപിടിച്ചു. അതിനുശേഷം ഒരു സെക്ഷന് എടുക്കാനുള്ളൊരു എന്ത് ചെയ്യുക, സെക്ഷൻ മോഡൽസ് കണ്ടുപിടിച്ചു. അതിനെക്കാട്ടും കുറച്ച് വലിയ വാല്യൂ ഉള്ള ഒരു സെക്ഷൻ നമ്മൾ സെലക്ട് ചെയ്തു. ആ സെക്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് അനക്സ് എച്ചിലേക്ക് പോയി അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെച്ചു. അറിയാത്ത ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആവശ്യമുള്ള ഡീറ്റെയിൽസ് SP6 പോയി സെലക്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം ഫിഗർ വരച്ചിട്ട് വെബിൻ്റെ ഡെപ്ത് നമുക്ക് ആവശ്യമാണ്, അത് കണ്ടുപിടിച്ച് വെക്കുക. എന്നിട്ട് സെക്ഷൻ ഏതാണ്, പ്ലാസ്റ്റിക് ആണോ, കോമ്പാക്റ്റ് ആണോ, സെമി കോമ്പാക്റ്റ് ആണോ എന്ന് കണ്ടുപിടിക്കുക. അതിനകത്ത് ഷിയർ ബക്ലിംഗ് ചെക്കും കൂടി നമ്മൾ ഒന്ന് കൺഫേം ചെയ്തേക്കുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഷിയർ ആണ്. ഷിയറിൻ്റെ ചെക്ക് എന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ലോഡിൻ്റെ ടോട്ടൽ ഷിയർ എത്ര എങ്ങനെ 150 kN എന്നൊരു വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ, അതാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഇനി ഷിയറിൻ്റെ ഡിസൈൻ ഷിയർ എത്രയാണ് എന്ന് കണ്ടുപിടിക്കുക. നമ്മൾ എന്താ ചെയ്യട്ടെ, ഡിസൈൻ ഷിയർ VD എന്ന് പറയുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ V ആയി കഴിഞ്ഞാൽ എന്തായി, ഷിയറിൽ സേഫായി എന്നാണ് നമുക്ക് പറയുന്നത്. ഓക്കെ, അപ്പോൾ VD എന്ന വാല്യൂ എന്താ, ഡിസൈൻ ഷിയർ ആണ്. ഇത് കണ്ടുപിടിക്കാനായിട്ട് പേജ് നമ്പർ 59 പോവാം. സെയിം ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം VD = AV × FI/√3 × Γ m0 സാധനമാണ് ചെയ്യുന്നത്. ഇനി FYW എന്ന് വെച്ചാൽ വെബിനകത്തുള്ള FY വാല്യൂ. വെബിൽ യൂസ് ചെയ്യുന്ന സ്റ്റീൽ വ്യത്യാസമൊന്നുമില്ല, നമുക്ക് FE14 സ്റ്റീൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. FYയുടെ വാല്യൂ 250 തന്നെയാണ്. AV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിയർ ഏരിയ എന്ന് പറയും. ഷിയർ ഏരിയയുടെ ഇക്വേഷൻ അതേ പേജിൽ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. ഫോർ എ റോൾഡ് സ്റ്റീൽ സെക്ഷൻ ആണ് നമുക്കിവിടെ I സെക്ഷനിൽ യൂസ് ചെയ്യുന്നത്. I സെക്ഷൻ ഒരു റോൾഡ് സ്റ്റീൽ സെക്ഷനാണ്. I സെക്ഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് AVയുടെ വാല്യൂ എത്രയാണ്, H × TW എന്നൊരു വാല്യൂ ആണ് AV എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ H × TW, Hൻ്റെ വാല്യൂ എത്രയാണ്, ഇവിടെ നമുക്ക് കണ്ടുപിടിച്ചു 350 എന്നൊരു വാല്യൂ ആണ് അല്ലേ. TW എത്രയാണ്, TW നമുക്കിവിടെ 7.4 ആണ്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോടെ ഈ രണ്ട് വാല്യൂ ഞാൻ എടുത്തിടുകയാണ്. AV = H × TW എന്ന വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. H × TW എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻറ്റു FIയുടെ വാല്യൂ FIW ആയാലും നമുക്ക് വെബിനാണെങ്കിലും സെയിം സ്റ്റീൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് 250 തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. നൊട്ടേഷൻ എങ്ങനെയാണെന്ന് മാത്രമേ ഉള്ളൂ. √3 × Γ m0 1.1 ആണെന്ന് അറിയാം ടേബിൾ 5 നിന്ന്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് VDയുടെ വാല്യൂ കിട്ടി 339.84 എന്നൊരു വാല്യൂ നമുക്ക് കിട്ടി. നമുക്ക് VDയും Vയും ആയിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത് അല്ലേ. V എത്രയാണ്, 150 ഉള്ളൂ. അപ്പോൾ VD ആണോ V ആണോ വലുത്, VD ആണ് വലുത് അല്ലേ. VD > V എന്ന് കിട്ടി. അപ്പോൾ VD > V എന്ന് കിട്ടി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു, സേഫ് ഇൻ ഷിയർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. സേഫ് ഇൻ ഷിയർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ലോ ഷിയർ കേസാണോ ഹൈ ഷിയർ കേസാണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ. അതിന് വേണ്ടി എന്ത് ചെയ്യണം, 0.6 VD, 60% ഓഫ് VD ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 0.6 VD കണ്ടുപിടിക്കാനായിട്ട് 0.6 × VD എത്രയാണ്, 339.84 എന്നൊരു വാല്യൂ ഇവിടെ ഇട്ടിട്ടുണ്ട്. 0.6 ടൈംസ് എടുക്കുമ്പോൾ 203 എന്നൊരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 203 എന്ന വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ V എന്ന വാല്യൂ അല്ലേ. Vനെക്കാട്ടും വലുതാണ് VD, അതായത് 0.6 VD ഇസ് ഗ്രേറ്റർ ദാൻ V എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എന്താ, ഇതൊരു ലോ ഷിയർ കേസാണ് എന്ന് കിട്ടി. ഹൈ ഷിയർ അല്ല, ഇതൊരു ലോ ഷിയർ കേസാണ് എന്ന് നമുക്ക് കൺഫേം ആയിട്ടുണ്ട് അല്ലേ. ഇപ്പം ലോ ഷിയർ കേസ് ആണെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇനി അങ്ങോട്ടുള്ള ബെൻഡിങ് മൊമെൻ്റ് ചെക്കൊക്കെ ചെയ്യുമ്പോൾ ക്ലോസ് നമ്പർ 8.2.1.2 പേജ് നമ്പർ 53 ഇക്വേഷൻ വേണം യൂസ് ചെയ്യാൻ എന്നാണ് കോഡ് ബുക്കിൽ പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ പറഞ്ഞേക്കുന്നത് പേജ് നമ്പർ 53 തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അവിടെ പോയാൽ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ, ഷിയർ ചെക്ക് നമുക്ക് സേഫ് ആയിട്ടുണ്ട്, ലോ ഷിയർ ആണെന്നും കണ്ടുപിടിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് ചെക്ക് ഫോർ ബെൻഡിങ് മൊമെൻ്റ് ആണ്. ബെൻഡിങ് മൊമെൻ്റ് ഇക്വേഷൻ എന്താണ്, ഇവിടെയും അതേപോലെ തന്നെ. ഇവിടെ എന്താ പറയുന്നത്, ഡിസൈൻ ഷിയർ ഗ്രേറ്റർ ദാൻ ഷിയർ ഫോഴ്സ്, അപ്ലൈഡ് ഷിയർ ഫോഴ്സ് കിട്ടി. ഇവിടെയും ഡിസൈൻ ബെൻഡിങ് മൊമെൻ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ അപ്ലൈഡ് ബെൻഡിങ് മൊമെൻറ്റ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സേഫ് ആകും. അതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡിസൈൻ ബെൻഡിങ് മൊമെൻറ്റ് ഇക്വേഷൻ നമ്മൾ പറഞ്ഞു പേജ് നമ്പർ 53 പോയി കഴിഞ്ഞാൽ ഈ ക്ലോസിൻ്റെ കീഴിൽ കൊടുത്തിട്ടുണ്ട് βB × ZP × FI/Γ m0. ഈ ഇക്വേഷൻ നമ്മൾ എവിടെ യൂസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഗസറ്റ് ബേസിൻ്റെ ഡിസൈനിനകത്ത് നമ്മൾ ഇതേ ഇക്വേഷൻ നമ്മൾ ക്രിട്ടിക്കൽ ഡിസൈൻ റെസിസ്റ്റിംഗ് മൊമെൻറ്റിനെ കുടിക്കാനായിട്ട് നമ്മൾ സെയിം ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ βBയുടെ വാല്യൂ എന്താണ്, ഇവിടെ βB 1 ആണ്. എന്തുകൊണ്ടാണ്, ഒരു പ്ലാസ്റ്റിക് സെക്ഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ βBയുടെ വാല്യൂ 1 എടുക്കാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ βBയുടെ വാല്യൂ 1 കൊടുക്കുക. ZP എന്താണ്, നമ്മൾ എടുത്ത സെക്ഷൻ്റെ ZP ശ്രദ്ധിക്കുക. ഇത് cm³ ആണ്, കൺവേർട്ട് ചെയ്യാൻ മറക്കരുത്. അവിടെയാണ് × 10⁻³ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. ഓക്കെ, mm കൺവേർട്ട് ചെയ്യുക. ഇൻറ്റു 250 / 1.1 ചെയ്യുമ്പോൾ യൂണിറ്റ് kN എഴുതുവാണെങ്കിൽ എത്ര കിട്ടി, 193.43 എന്നൊരു വാല്യൂ നമുക്ക് റഫ്ലി കിട്ടി. ഇതാണ് ഡിസൈൻ ബെൻഡിങ് മൊമെൻറ്റ്. ഇനി ഈ ഡിസൈൻ ബെൻഡിങ് മൊമെൻറ്റിന് ഒരു കണ്ടീഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. എന്താ പറയുക, ഷുഡ് ബി ലെസ് ദാൻ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. സിംപ്ലി സപ്പോർട്ട് ബീം ആണെങ്കിൽ ഒരു വാല്യൂ ഉണ്ട്, കാൻഡിലിവർ ബീം ആണെങ്കിൽ ഒരു വാല്യൂ ഉണ്ട്. സിംപ്ലി സപ്പോർട്ട് ബീം ആണെങ്കിൽ എത്രയാണ്, 1.2 × ZD × FI/Γ m0 എന്ന ഇക്വേഷൻ ആണ്. അപ്പോൾ അതിനകത്ത് 1.2 ZDൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഈ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെക്കുന്നതിൻ്റെ ഗുണം അതാണ്. അപ്പോൾ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണെന്ന് ഓർമ്മിച്ച് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അവിടെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഇനി ഓരോ പ്രാവശ്യവും നമുക്ക് സ്റ്റീൽ ടേബിൾ എടുത്ത് മറിച്ച് നോക്കേണ്ടി വരും. അപ്പം
ഇസഡിയുടെ വാല്യൂ ഇൻറ്റു എഫ് വൈ നമുക്ക് 250 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി 205 എന്ന വാല്യൂ കിട്ടി. എന്താ പറയുന്നത്? എം ഡി ഷുഡ് ബി ലെസ് ദാൻ ഈക്വൽ ടു ഈ വാല്യൂ. ഈ വാല്യൂ എത്ര കിട്ടിയാൽ 205 കിട്ടി. എം ഡിയുടെ വാല്യൂ എത്രയാണ്? 193. 193 ഈസ് ലെസ് ദാൻ ഈക്വൽ ടു 205 അല്ലേ? അതെ. അപ്പോൾ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ. കണ്ടീഷൻ എന്താണ്? ഇറിവേഴ്സിബിൾ ഡീഫോർമേഷൻ ചെക്ക് എന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഇത് കോഡ് ബുക്കിൽ ഇതേ പേജിൻ്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി എഴുതിയാൽ മതി, കാണാതെ പഠിക്കണം എന്നില്ല. ഇനി എന്ത് ചെയ്യണ്ടേ? നമുക്ക് മെയിൻ ചെക്ക് എന്താണ്? എം ഡി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എം ആണോ ചെക്ക് ചെയ്യണം അല്ലേ? എം ഡി എത്രയാണ്? 193. എമ്മിൻ്റെ വാല്യൂ എത്രയാണ്? നമ്മളിവിടെ കണ്ടുപിടിച്ചു. എം എത്രയാണ്? 187.5 kN ആണ് അല്ലേ? അപ്പോൾ ആ വാല്യൂ കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ എത്ര കിട്ടി? എം ഡി ഈസ് ഗ്രേറ്റർ ദാൻ എം കിട്ടി അല്ലേ? എം എത്രയാണ്? എം ഡിയുടെ വാല്യൂ 193 ഉള്ളൂ. എമ്മിൻ്റെ വാല്യൂ എത്രയാണ്? 187. ഏതാ വലുത്? എം ഡി ആണ് വലുത്. എം ഡി 193, എം 187. അപ്പോൾ സേഫ് ഇൻ ബെൻഡിങ് എന്നും കൂടി നമുക്ക് കിട്ടി. അപ്പോൾ സേഫ് ഇൻ ഷിയറും ആണ്, സേഫ് ഇൻ ബെൻഡിങ്ങും ആണ്. ഞാൻ ആദ്യം ബീമിൻ്റെ ഫെയിലിയർ കണ്ടീഷൻസ് പറഞ്ഞപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഫെയിൽ ആവാൻ കണ്ടീഷൻസ് ഉള്ളത്? ഷിയറിംഗ് ഓഫ് ബിയറിംഗ് അല്ലെങ്കിൽ ബെൻഡിങ്. ഈ രണ്ട് കേസിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ഒരു ബീം ഫെയിൽ ആവുള്ളൂ. അല്ലാതെ ഫെയിൽ ആവാൻ ചാൻസസ് ഉള്ളത് വെബ് ക്രപ്ലിങ്ങും വെബ് ബക്കിളിങ്ങും അതേപോലെ ഡിഫ്ലക്ഷനുമാണ്. അപ്പോൾ ഇത് ചെക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫെയിലിയറൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? അപ്പോൾ ഇനി അടുത്ത ചെക്ക് എന്തൊക്കെയാണ്? 3 ചെക്ക് ചെയ്യണം. ഒന്ന് വെബ് ബക്കിളിങ്, വെബ് ക്രിപ്ലിംഗ്, പിന്നെ ഉള്ളത് എന്താ വേണ്ടേ? ഡിഫ്ലക്ഷൻ ചെക്കാണ്. അതിനകത്ത് നമ്മൾ വെബ് ബക്കിളിംഗ് നമ്മൾ ചെയ്യും, വെബ് ക്രിപ്ലിംഗ് നമ്മൾ ചെയ്യും. വെബ് ബക്കിളിംഗ് ചില സമയത്ത് നമ്മൾ ചെയ്യാറില്ല. ലോ ഷിയർ കേസാണെങ്കിൽ ചെയ്യാറില്ല, ഹൈ ഷിയർ കേസാണെങ്കിൽ മാത്രമേ നമ്മൾ അത് ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചേഞ്ച് മാത്രം ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. നമുക്ക് എങ്ങനെയാണ് എൻ്റെ സ്റ്റെപ്സ് എന്നും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ചെക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ ആണ് പറയുന്നത്. ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പെർമിസിബിൾ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് പേജ് നമ്പർ 31 ഇക്വേഷനാണ് കേട്ടോ. പേജ് നമ്പർ 31 പറഞ്ഞേക്കുന്നത് എന്താണ്? നമുക്ക് ഒരു സിമ്പിൾ സ്പാൻ ആണെങ്കിൽ, ബ്രിട്ടിൽ ഫെയിലിയർ ആണ് കൺസിഡറേഷൻ എങ്കിൽ എന്താ പറഞ്ഞേക്കുന്നത്? L/300 എന്ന ഇക്വേഷൻ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പെർമിസിബിൾ ഡിഫ്ലക്ഷൻ L/300 ആണ്, സ്പാൻ/300 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? സ്പാൻ എത്രയാണ്? സ്പാൻ പറഞ്ഞിരിക്കുന്നത് 5 മീറ്റർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സ്പാൻ /300 ചെയ്യുമ്പോൾ നമുക്ക് 16.67 mm എന്നൊരു വാല്യൂ കിട്ടും. ഇതാണ് പെർമിസിബിൾ ഡിഫ്ലക്ഷൻ. മാക്സിമം ഇത്രയും 16.67 mm ഡിഫ്ലക്ഷൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ? നമുക്ക് പെർമിസിബിൾ ആണ്. ഡിഫ്ലക്ഷൻ ഇവിടെ ലോഡ് കാരണം വരുന്ന ഡിഫ്ലക്ഷൻ എന്താണ്? സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്, UDL ആണ് വരുന്നതെങ്കിൽ എന്താ ഇക്വേഷൻ? 5/384 ഇൻറ്റു WL⁴/EI എന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് മോസിൽ അല്ലേ? അപ്പോൾ ഇതിനകത്ത് W എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് വർക്കിംഗ് ലോഡേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. ഫാക്ടേർഡ് ലോഡ് നമ്മൾ ഡിഫ്ലക്ഷൻ ചെക്കിന് യൂസ് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് W-ൻ്റെ വാല്യൂ എത്രയാണ്? നമുക്ക് തന്നേക്കുന്ന ലോഡ്, ടോട്ടൽ ലോഡ് എന്നാണ് 20 ലൈവ് ലോഡും 20 ഡെഡ് ലോഡും ആണ്. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 40 kN/m എന്നൊരു വാല്യൂ കിട്ടി അല്ലേ? അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 5/384 ഇൻറ്റു W-ൻ്റെ വാല്യൂ 40 ആണ്, ഇൻറ്റു ലെങ്ത് എത്രയാണ്? 5 മീറ്റർ ആണ് അല്ലേ? 5 × 10⁻³ (4) L⁴ അല്ലേ? ഡിവൈഡ് ബൈ E × I വാല്യൂ. ഇൻ്റെ വാല്യൂ എത്ര? 2 × 10⁵. ഐൻ്റെ വാല്യൂ എന്താ? ഓൾറെഡി നമ്മൾ നേരത്തെ എഴുതി വെച്ചിരുന്ന ലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ I = 13158.3 × 10⁴ എന്നൊരു വാല്യൂ നമുക്ക് കിട്ടും. mm⁴ ആണ് യൂണിറ്റ്. ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 12.39 എന്നൊരു 36 എന്നൊരു വാല്യൂ കിട്ടി അല്ലേ? അപ്പോൾ നമുക്ക് മാക്സിമം പെർമിസിബിൾ എത്രയാണ്? 16.67 mm വരെ പെർമിസിബിൾ ആണ്. ഇപ്പോൾ നമുക്ക് എത്ര കിട്ടി? 12.36 എന്നൊരു വാല്യൂ ആണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് സേഫ് അല്ലേ? അതെ, നമുക്കിപ്പോൾ ലോഡ് കാരണം 12.36 ഉള്ളൂ, പക്ഷേ 16.67 വരെ ഓക്കെ ആണ്, സേഫാണ്. ഇനി നെക്സ്റ്റ് ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ് ബിയറിംഗ് അല്ലെങ്കിൽ വെബ് ക്രിപ്ലിംഗ് ചെക്കാണ്. ഈ ചെക്ക് നമ്മൾ ചെയ്യുന്നത് പേജ് നമ്പർ 67 ക്ലോസ് 8.7.4 എന്ന ക്ലോസിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് FW എന്നൊരു ടേം തന്നിട്ടുണ്ട് അല്ലേ? FW എന്ന ടേം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ B ആണോ എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഷിയർ ഫോഴ്സ് ആയാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. വെബ് ക്രിപ്ലിംഗ് വരുമ്പോൾ നമുക്ക് ഷിയർ ഫോഴ്സുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഓൾറെഡി സ്റ്റെപ്സ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്. FW ഷുഡ് ബി ഗ്രേറ്റർ ദാൻ V അല്ലേ? അപ്പോൾ FWയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. B1 + N2 × TW × FY ഡിവൈഡ് ബൈ ഗാമ m0 എന്നൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട് അല്ലേ? ഈ ഇക്വേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് അറിഞ്ഞൂടാത്ത എന്തൊക്കെയാണ്? ഗാമ m0 അറിയാം, TWൻ്റെ വാല്യൂ അറിയാത്തത് നമുക്ക് B1-ഉം N2-ഉം നമുക്കറിയില്ല. FYയുടെ വാല്യൂ നമുക്കറിയാം, 250 ആണ് സാധാരണ. വെബിലാണെങ്കിലും അത് 250 തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ അതിനകത്ത് ഈ B1 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ യൂഷ്വലി നമുക്ക് അതിൻ്റെ വാല്യൂ നമുക്ക് ഗിവൺ ഡേറ്റായിട്ട് തന്നിട്ടുണ്ടാവും. ഇൻ കേസ് തന്നിട്ടില്ല എന്നാണെങ്കിൽ നമുക്ക് ആ വാല്യൂ 100 ആയിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, B എന്ന് പറയുന്നത് നമുക്ക്
എത്രയാണ് 100 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് സാധാരണ ചെയ്യുക. B1ൻ്റെ വാല്യൂ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ 100 ആയിട്ട് എടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് N2ൻ്റെ വാല്യൂ നമുക്കറിയില്ല അല്ലേ. N2ന് വേറൊരു ഇക്വേഷൻ കൂടി തന്നിട്ടുണ്ട്. എന്താ തന്നിരിക്കുന്നത്? 2.5 ഇൻറ്റു TF പ്ലസ് R1. TF എന്താണെന്നറിയാം, തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് ആണ്. നമുക്ക് വാല്യൂ എത്രയാണെന്ന് അറിയാം അല്ലേ. അതേപോലെ R1ൻ്റെ വാല്യൂ അറിയാം, റൂട്ട് റേഡിയസ് ആണ്, 16 mm ആണെന്ന് അറിയാം. ഇതൊക്കെ നമുക്ക് ആദ്യം ഗിവൺ ഡേറ്റ എഴുതി വെച്ചപ്പോൾ സ്റ്റീൽ ടേബിളിൽ നിന്ന് എഴുതിയ വാല്യൂസ് ആണ്. അപ്പോൾ അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, 100 പ്ലസ് 2.5 ഇൻറ്റു 11.4 എന്ന് പറഞ്ഞാൽ തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് ആണ്, പ്ലസ് റൂട്ട് റേഡിയസ് R1 16 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. TW 7.4 ആണ്, FY 250 ആണ്. ഇവിടെ 1.1 ചെയ്യുമ്പോൾ 260.34 എന്നൊരു വാല്യൂ നമുക്ക് കിട്ടി അല്ലേ. ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എത്രയാണ്, വിൻ്റെ വാല്യൂ കാട്ടും വെറുതെ ഇറങ്ങണം അല്ലേ. വി ആണോ ഇതാണോ വലുത്? വിൻ്റെ വാല്യൂ എത്രയാണ് നമുക്ക് ഓൾറെഡി കിട്ടി. ഷിയർ ഫോഴ്സ് വാല്യൂ 150 kN ആണ് എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം നമുക്ക് FW ഗ്രേറ്റർ ദാൻ വി എന്ന് കിട്ടിയത് കൊണ്ട് നമുക്ക് അഡീഷണൽ വെബിന് സ്റ്റിഫ്നേഴ്സ് ഒന്നും വെച്ചിട്ട് അതിനെ സേഫ് ഗാർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ക്രിപ്ലിംഗ് എഫക്റ്റോ ബിയറിംഗ് എഫക്റ്റോ ഒന്നും ഇല്ല. അത് സേഫാണ് എന്നുള്ള കാര്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇതൊരു ലോ ഷിയർ കേസ് ആയതുകൊണ്ട് നമുക്ക് അടുത്ത ചെക്ക് വെബ് ബക്ലിംഗ് ചെക്ക് നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി, ഒരു ലാറ്ററലി സപ്പോർട്ടഡ് ബീമിൻ്റെ ഡിസൈൻ, ലോഡ് തന്നിട്ടുണ്ടായിരുന്നു, ലെങ്ത് തന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഫുൾ ഡിസൈൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു അല്ലേ. അപ്പോൾ സ്റ്റെപ്സ് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ഒരു വീഡിയോയിൽ അടുത്തൊരു പ്രോബ്ലം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.